ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. മാലിന്യ നിക്ഷേപത്തിൽ വീർപ്പുമുട്ടുന്ന ചാലിയാറിന് കരുതലുമായി SYS സാന്ത്വനം സന്നദ്ധ പ്രവർത്തകർ. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നു. പുഴയൊഴുകട്ടെ പുഞ്ചിരിയോടെ എന്ന സന്ദേശവുമായാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുഴയും വെള്ളങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുമുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ചാലിയാർ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ചാലിയാറിൻ്റെ ജില്ലയുടെ 4 കേന്ദ്രങ്ങളിലായി ഓടായിക്കലും അതുപോലെ എടവണ്ണയിലും അരീക്കോടും എടവണ്ണപ്പാറയിലും ചാലിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ 2000-ലധികം വരുന്ന വളണ്ടിയേഴ്സിനെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ചാലിയാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഓടായിക്കൽ ധാരാളം ആളുകൾ സന്ദർശകരായി എത്തുന്ന സ്ഥലം. അവിടെ അവർ ഉപയോഗിച്ച് ശൂന്യമായി വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ട് നമ്മുടെ ചാലിയാർ മലീമസമായിരിക്കുകയാണ്. അതായത് നാളെ രാവിലെ 7 മണിക്ക് ബഹുമാന്യനായ AP അനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KP ജമാൽ കരുളായി, അതുപോലെ പാലോളി നിഷാദ് പാലോളി തുടങ്ങിയ മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജലാശയ ശുദ്ധീകരണ പ്രോഗ്രാം നമ്മുടെ ഓടായിക്കൽ വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നടക്കുകയാണ്. ജില്ലയിൽ ഓടായിക്കൽ, എടവണ്ണ, അരീക്കോട്, എടവണ്ണപ്പാറ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഓടായിക്കലിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. മാലിന്യ നിർമ്മാർജ്ജനം, ബോധവൽക്കരണം, പുഴയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിവിധയിടങ്ങളിലായി 2000-ലേറെ സന്നദ്ധ പ്രവർത്തകർ പങ്കാളികളാകും. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഷെരീഫ് സാദി, നാസർ മുസ്ലിയാർ, റഫീഖ് സഖാഫി, ജലീൽ കരിമ്പുഴ, അലവിക്കുട്ടി സഖാഫി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.